ചങ്ങല കൊളുത്തുപോലെ ശക്തം ഇരുളിലെ വിളക്ക് പോലെ വ്യക്തം ഇരുമ്പു ചങ്ങല കൊളുത്തുപോലെ ശക്തം ഇരുളിലെ വിളക്ക് പോലെ വ്യക്തം സഖാവെന്ന ബന്ധം സഖാവെന്ന ബന്ധം സഹജരേ നമുക്കിതാ പുതിയ രക്തബന്ധം പുതിയ രക്തബന്ധം പുതിയ രക്തബന്ധം പുതിയ രക്തബന്ധം ഇരുമ്പു ചങ്ങല കൊളുത്തുപോലെ ശക്തം ഇരുളിലെ വിളക്ക് പോലെ വ്യക്തം സഖാവെന്ന ബന്ധം സഖാവെന്ന ബന്ധം സഹജരേ നമുക്കിതാ പുതിയ രക്തബന്ധം പുതിയ രക്തബന്ധം പുതിയ രക്തബന്ധം പുതിയ രക്തബന്ധം കടത്തനാട് ചാനലിൻ്റെ മാന്യ പ്രേക്ഷകർക്കേവർക്കും വർത്തമാനത്തിലേക്ക് സ്വാഗതം. മലബാറിൻ്റെ സംഗീത ലോകത്ത് തൻ്റെ ഗാംഭീര്യമുള്ള ശബ്ദം കൊണ്ടും വികാര തീവ്രമായ ആലാപനം കൊണ്ടും ഒത്തിരി ഗാനങ്ങൾ നമ്മൾക്ക് സമ്മാനിച്ച നമ്മുടെ പ്രിയപ്പെട്ട വടകര കൃഷ്ണദാസ്, അദ്ദേഹത്തിൻ്റെ പതിറ്റാണ്ടുകൾ നീണ്ട സംഗീത സപര്യയുടെ അനുഭവങ്ങളും ഓർമ്മകളുമാണ് ഇന്ന് നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നത്. പണ്ടിക്ക് മൂരിഭാരം ചുരം കയറുമ്പോൾ മൂരിക്ക് വണ്ടി ഭാരം ഹൈ 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 ചുരമിറങ്ങുമ്പോൾ വണ്ടിക്ക് മൂരിഭാരം കേറ്റവും ഇറക്കവും അന്യോന്യഭാരവുമായി മനുഷ്യജീവിതത്തിൻ ശകടം നീങ്ങി കേറ്റവും ഇറക്കവും അന്യോന്യഭാരവുമായി മനുഷ്യജീവിതത്തിൻ ശകടം നീങ്ങി ചുരം കയറുമ്പോൾ മൂരിക്ക് വണ്ടി ഭാരം ഹൈ 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 ചുരമിറങ്ങുമ്പോൾ വണ്ടിക്ക് മൂരിഭാരം അപ്പോൾ മാഷിലെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ശ്രീ വള്ളിവനം വാസു അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിലൂടെ നമ്മൾക്കറിയാൻ കഴിയും. എങ്കിലും കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മൾക്കറിയേണ്ടതുണ്ട്. മാഷിനോട് ചോദിക്കാനുള്ളത്, മാഷെ ഗാനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വികാര തീവ്രതയാണ്. വരികളായിക്കോട്ടെ, ആലാപനമായിക്കോട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ സംഗീതമായിക്കോട്ടെ, ഇതെല്ലാം മാറ്റി നിർത്തിയാലും വൈകാരികത, ഇതിലൊക്കെ മുഴങ്ങി നിൽക്കുന്നത് വൈകാരികതയാണ്. എങ്ങനെയാണ് ഈ സംഗീതം ചിട്ടപ്പെടുത്തുമ്പോൾ മാഷ്ക്ക് ഇങ്ങനെ ഇത്രയും വൈകാരികത ഇതിൽ നിറഞ്ഞു നിൽക്കുന്നത്? ഞാൻ ഒരു ഗാനം ചിട്ടപ്പെടുത്തുമ്പോൾ ഗാനം ശരിക്ക് പഠിക്കും, അതിൻ്റെ അർത്ഥങ്ങൾ പഠിക്കും. അതുകൊണ്ടാകും അതിൻ്റെ ഒരു വളരെ കൃത്യമായിട്ടുള്ള അർത്ഥങ്ങളിലൂടെ സംഗീതത്തിലേക്ക് കടക്കുമ്പോൾ ഒപ്പം മാഷിൻ്റെ ഗാംഭീര്യമായ ശബ്ദം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്നു എന്നല്ലേ മാഷ് ഉദ്ദേശിച്ചത്? അതെ.
മാഷോട് മറ്റൊരു കാര്യം ചോദിക്കാനുണ്ട്. മാഷ് സംഗീതത്തോടുള്ള അഭിരുചി ഒരു കാലഘട്ടത്തിൽ അത്രയൊന്നും ഇന്ന് സംഗീത പഠനം എളുപ്പത്തിൽ ഒരുപാട് മാർഗങ്ങളുണ്ട്, അതിനുള്ള ഒരുപാട് സാഹചര്യമുണ്ട് സംഗീത പഠനത്തിൽ. മാഷ് ഹിന്ദുസ്ഥാനി അല്ല കർണാടക സംഗീതം പഠിച്ചു. കർണാടക സംഗീതം. കർണാടകം ആ ഒരു കാലഘട്ടത്തിൽ അത്രയൊന്നും എളുപ്പമല്ലാത്ത സംഗീതം പഠിക്കുവാനുള്ള കാലഘട്ടത്തിൽ എങ്ങനെയാണ് മാഷ് സംഗീതത്തിന് വേണ്ടി സംഗീതം അഭ്യസിക്കാൻ വേണ്ടിയിട്ട് മാഷ് തീർച്ചയായിട്ടും അതിൻ്റെ ചില കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ടാകും. ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? ആ ചെറുപ്പം വളരെ വിഷമമുള്ളൊരു കാലഘട്ടമായിരുന്നു അത്. അത് പെട്ടെന്ന് പാടിയാലൊന്നും കിട്ടൂല. ഞാൻ എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് പാടി നോക്കുക, ഇരുന്നിട്ട് പാടി നോക്കും, എന്തെന്നാ അതിന് വേണ്ടാത്ത, എന്തെന്നാ അതിന് വേണ്ടുന്നത് എന്നൊക്കെ അങ്ങനെയൊക്കെ നോക്കിയിട്ട് ആ പാട്ടായിക്കൊണ്ടിരുന്നത്. എങ്കിലേ അത് ഒരു ആളുകളിൽ എത്തുള്ളൂ. ആളുകളുടെ മനസ്സിൽ നിൽക്കണമെങ്കിൽ അങ്ങനെ പാടണം. അതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ അടുത്ത് വരാനുള്ള കാരണം. അത് തീർച്ചയായിട്ടും ഞങ്ങൾ എന്ന് മാത്രമല്ല, മാഷയെ കുറിച്ചിട്ട് ഈ ഇന്ന് തന്നെ ഞങ്ങളിപ്പോൾ ഈ കടത്തനാട് ചാനലിൻ്റെ ഞങ്ങൾ വരുമ്പോൾ തന്നെ മാഷെ പറ്റി പറയുമ്പോൾ പെട്ടെന്ന് പാടിയ പാട്ട് അവരിൽ നിന്നുണ്ടായത് കാളവണ്ടി എന്ന പാട്ടാണ്. കാളവണ്ടി പാട്ട് ഒരു ദിവസം കൊണ്ടൊന്നും ഉണ്ടായതല്ല. പക്ഷെ ട്യൂൺ ചെയ്ത വേഗത്തിലാണെങ്കിലും പാപ്പ എൻ്റെ തന്നിട്ട് ഞാൻ എൻ്റെ കയ്യിൽ വെച്ച് നടന്ന ആ പാട്ട്. കാരണം എന്നോട് പറഞ്ഞിരിക്കുന്നു അത് അതിൻ്റെ ഗുണമുണ്ടാണോ, അങ്ങനെ അതിൻ്റെ ഗുണം ഉണ്ടായേ പാട്ടിന്. അതാണ് പിന്നെ ആ പാട്ടിൻ്റെ ഗുണം പ്രത്യേകം. ഞാൻ നോക്കി വരികൾ എനിക്ക് കണ്ണിന്ന് ശരിക്കും പിടിക്കുകയില്ല, അങ്ങനെയുണ്ട്. അങ്ങനെ ഞാൻ പഠിച്ച് പാടിയത്. അതാണ് അതിനോടൊരു പ്രത്യേക മമത എനിക്കുണ്ട്. പാർട്ടി എന്നുള്ള നിലക്ക് ഒന്നതും പാർട്ടിയുടെ ഒരു വലിയ കാലമായിരുന്നു. അതാണ് ആ പാട്ട് അങ്ങനെ വന്നത്. കാളവണ്ടി എന്ന് പറഞ്ഞാൽ നടന്നിട്ട് പോകുന്ന ഒരു സംഗതി ആയിരിക്കണം. നടന്ന് പോകുമ്പോലെ കാളവണ്ടി ഹായ് എന്നാലും പറഞ്ഞ എല്ലാം കൂടി അങ്ങനെ വന്നാൽ ആ പാട്ട് വെറുതെ വന്നല്ല. എല്ലാവരും വിചാരിക്കും ബാഗ് ഉണ്ടാക്കി വിട്ടുവന്ന്. അതൊന്നല്ല, ഞാൻ ഇരുന്ന് കൂടി ഉറക്കം നേരത്തും കൂടി പാട്ട് പാടും. അങ്ങനെ അത് അന്ന് അങ്ങനെ ആ പാട്ടുണ്ടായി, കാളവണ്ടി പാട്ട്. പക്ഷെ നമ്മൾ മാഷ് ഇവിടെ നേരത്തെ ചോദിച്ച ഒരു ചോദ്യം പോലെ ഈ ആ ഒരു സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ മാഷ് സംഗീതം പഠിക്കുവാനായിട്ടുള്ള ആ ഒരു ഇത്രയൊന്നും എളുപ്പമല്ലാത്ത ഒരു കാലത്ത് അതിനെപ്പറ്റി മാഷ് പറഞ്ഞു. മാഷ്ക്ക് ഓർമ്മയിൽ ഇല്ലേ ഇപ്പോഴും ആ ഗുരുക്കന്മാരെ? എന്താ ഇപ്പോഴും ഉണ്ട്. അതെ, ഇപ്പോഴും ഞാൻ ഗുരുക്കന്മാരെ വിചാരിക്കും. സംഗീതം പഠിപ്പിച്ച ഗുരുനാഥന്മാരെ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ട് ട്യൂൺ ചെയ്യാൻ തുടങ്ങും. എപ്പോഴും ഒരു പാട്ടുണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. എന്നെ പറയാ ഇപ്പോൾ ഒരു കാലഘട്ടത്തിൻ്റെ വാക്കൽ പറയുന്നത് അതൊരിക്കലും തള്ളി പറയാൻ പാടില്ല. ഞാൻ എൻ്റെ പാട്ടാണ് എൻ്റെ സംഗീതം എന്നും പറഞ്ഞിട്ട് ഒക്കെ വെറുതെ അഹങ്കാരം പറയുന്ന. പാട്ടിൻ്റെ സ്നേഹം ഉണ്ടാകണം. ഞാനങ്ങനെയാണ് ചെയ്ത് ഒരു പാട്ട് തന്നാൽ ആ പാട്ട് വായിച്ചു നോക്കി വായിച്ചു നോക്കി നടത്തത്തിലും പോക്കിലെല്ലാം ഞാൻ എൻ്റെ ഒറ്റ കണ്ണുകൊണ്ട് വായിച്ച് നോക്കി അങ്ങനെ പാട്ടുണ്ടാക്കല്. അങ്ങനെയാ അത് വന്നേ കാളവണ്ടി. എന്നിട്ട് നമുക്ക് നടന്നു പോകുന്നതായിരുന്നു മൂരി നടന്നു പോയിരുന്നു തോന്നും, എന്നാലേ പാട്ട് വരുള്ളൂ. മൂരി നടന്നു പോകുന്നതായി മൂരിക്ക് ഒരുക്കുണ്ടായിരുന്നു. അങ്ങനെ അന്തരീക്ഷത്തിൽ ആ പാട്ടുണ്ടായി. ഞാൻ അന്നേരം തന്നെ എല്ലാം ആലോചിച്ചിട്ടാണ് നടക്കല്. അതെ എങ്ങനെ ഒരുപാട് ശൈലിയിൽ ഇങ്ങനെ നോക്കും പാടിയിട്ട്. കൊട്ടാരമാളിക എന്ന് പറയുമ്പോ അതിന്റെ കൊട്ടാരം മാളിക മേലെ ഓണവും പെരുന്നാളും ചെറ്റപ്പുരകളിൽ ഏകാദശി ആളുകൾ വർദ്ധിപ്പതു നിയന്ത്രിക്കുന്നു
അളൊഴിഞ്ഞ പാട്ടുകളോ ലയിക്കുന്നു. മാഷ് നേരത്തെ പറഞ്ഞ കാളവണ്ടി എന്ന പാട്ടിനെ കുറിച്ച്. അതുപോലെ മറ്റൊരു ഗാനമാണ് കറവറ്റ പശുവിന് മാംസവില, കഴിവറ്റ മനുഷ്യനോ പുല്ലുവില. മനുഷ്യനോ പുല്ലുവില. അതുപോലെ ചുരം കയറുമ്പോൾ വണ്ടി ഭാരം. ഇതൊക്കെ അന്നത്തെ ഒരു ജീവിതത്തിന്റെ നേർചിത്രങ്ങളാണ്. ഇതൊക്കെ ഇങ്ങനെയുള്ള പാട്ടുകൾ, ഇത്തരം പാട്ടുകൾ. ഇപ്പോൾ മാഷ് നേരത്തെ കാളവണ്ടി പാടി, അപ്പോൾ അതിൽ ഈ കറവറ്റ ഓർമ്മയുണ്ടോ? അതിന്റെ വരികൾ മാഷ്ക്ക് പാടാൻ പറ്റും? കാളവണ്ടി കറവറ്റ പശുവിൻ കറവറ്റ പശുവിന് മാംസവില, കഴിവറ്റ മനുഷ്യനോ പുല്ലുവില. സ്നേഹമെന്നാൽ വെറും മോഹവില, കുടുംബമെന്നാൽ ഇവിടെ ചിലന്തി വല. വലിയ പ്രാണികൾ വല പൊളിക്കുന്നു, ചെറിയ പ്രാണികൾ അതിൽ കുടുങ്ങുന്നു. പണസഞ്ചിക്കകം ശൂന്യമായാൽ പിന്നെ പിണമല്ലോ അവൻ പുഴുവല്ലോ. പണസഞ്ചിക്കകം ശൂന്യമായാൽ പിന്നെ പിണമല്ലോ അവൻ പുഴുവല്ലോ. കറവറ്റ പശുവിന് മാംസവില, കഴിവറ്റ മനുഷ്യനോ പുല്ലുവില. സ്നേഹമെന്നാൽ വെറും മോഹവില, കുടുംബമെന്നാൽ ഇവിടെ ചിലന്തി വല. മണ്ണിനു വളമായി തീരും വരെയും മണ്ണിൽ കഴിയണമല്ലോ. 6 അടി മണ്ണിലേക്കുള്ള ദൂരം ആരറിയുന്നു, കാലിടറുന്നു. വലിയ പ്രാണികൾ വല പൊളിക്കുന്നു, ചെറിയ പ്രാണികൾ അതിൽ കുടുങ്ങുന്നു. വലിയ പ്രാണികൾ വല പൊളിക്കുന്നു, ചെറിയ പ്രാണികൾ അതിൽ കുടുങ്ങുന്നു. പണസഞ്ചിക്കകം ശൂന്യമായാൽ പിന്നെ പിണമല്ലോ അവൻ പുഴുവല്ലോ. പണസഞ്ചിക്കകം ശൂന്യമായാൽ പിന്നെ പിണമല്ലോ അവൻ പുഴുവല്ലോ. കറവറ്റ പശുവിന് മാംസവില, കഴിവറ്റ മനുഷ്യനോ പുല്ലുവില. സ്നേഹമെന്നാൽ വെറും മോഹവില, കുടുംബമെന്നാൽ ഇവിടെ ചിലന്തി വല. എന്തായാലും ഈ പാട്ടുകളിൽ 3 പാട്ടുകൾ പറഞ്ഞു. ചുരം കയറുമ്പോൾ, അതുപോലെ കാളവണ്ടി, ഇപ്പം മാഷ് പാടിയിട്ടുള്ള കറവറ്റ പശുവിന്. ഇതിൽ അന്നത്തെ ജീവിതത്തിന്റെ നേർചിത്രം മാത്രമല്ല, എല്ലാ പാട്ടുകളിലും വലിയ എക്കാലത്തെയും പ്രസക്തമായുള്ള സന്ദേശങ്ങൾ കൂടി അടങ്ങുന്നു എന്നുള്ളതാണ് ഈ പാട്ടുകളുടെ ഒരു പ്രത്യേകത. ഒരുപാട് വിപ്ലവ ഗാനങ്ങൾ താങ്കൾ ആലപിച്ചിട്ടുണ്ട്. അന്ന് പാർട്ടി വേദികളിൽ സജീവമായിരുന്നു താങ്കളുടെ പാട്ടുകൾ. സഖാക്കളിൽ ആവേശം ഉണർത്തിയ ഒരുപാട് പാട്ടുകൾ, ഇരുമ്പ് ചങ്ങല കൊളുത്തുപോലെ ശക്തം എന്നൊക്കെയുള്ള ഗാനം. അതിൻ്റെ ഒരു 2 വരി. ഇരുമ്പു ചങ്ങല കൊളുത്തുപോലെ ശക്തം, ഇരുളിലെ വിളക്ക് പോലെ വ്യക്തം. സഖാവെന്ന ബന്ധം, സഖാവെന്ന ബന്ധം, സഹചരേ നമുക്കിതാ പുതിയ രക്തബന്ധം. കുതിച്ചു കാലവും
ചരിത്രവും കുറിച്ചു പാഞ്ഞ പാച്ചലിൽ കൊള്ള കൊണ്ട് കൊലകൾ കൊണ്ട് നേടിവെച്ച കാശുകൾ. ഇരുമ്പു ചങ്ങല കൊളുത്തുപോലെ ശക്തം, ഇരുളിലെ വിളക്കുപോലെ വ്യക്തം. ഇരുമ്പു ചങ്ങല കൊളുത്തുപോലെ ശക്തം, ഇരുളിലെ വിളക്കുപോലെ വ്യക്തം. സഖാവെന്ന ബന്ധം, സഖാവെന്ന ബന്ധം, സഹജരേ നമുക്കിതാ പുതിയ രക്തബന്ധം, പുതിയ രക്തബന്ധം, പുതിയ രക്തബന്ധം, പുതിയ രക്തബന്ധം. ഇരുമ്പു ചങ്ങല കൊളുത്തുപോലെ ശക്തം, ഇരുളിലെ വിളക്ക് പോലെ വ്യക്തം. സഖാവെന്ന ബന്ധം, സഖാവെന്ന ബന്ധം, സഹജരേ നമുക്കിതാ പുതിയ രക്തബന്ധം, പുതിയ രക്തബന്ധം, പുതിയ രക്തബന്ധം, പുതിയ രക്തബന്ധം. താങ്കളൊരു ഇടതുപക്ഷ സഹയാത്രികനാണ് എന്ന് എവർക്കും അറിയാം. പ്രത്യേകിച്ച് മലബാറിലെ വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് ഊർജവും ആവേശവുമായ ഒഞ്ചിയത്തിൻ്റെ മണ്ണ്, അതിൻ്റെ സ്വാധീനം, അങ്ങനെയുള്ള താങ്കൾ പാർട്ടി വേദികളിലൊക്കെ പാടുമ്പോൾ അത് ഓരോ വേദികളിൽ നിന്നും മറ്റു വേദികളിലേക്ക് ഒരു നോട്ടീസിലേക്ക് താങ്കളുടെ പേര് പാർട്ടി പരിപാടികൾക്ക് താഴെ ഉണ്ടാവും, ഈ പാട്ടുണ്ടാവും എന്നുള്ള തരത്തിൽ എന്നും കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള വേറൊരു പാട്ടുണ്ടല്ലോ, ഒഞ്ചിയത്തിൻ ഓമനയാം. ഒഞ്ചിയത്തിൻ ഓമനയാം മണ്ടോടിക്കണ്ണൻ ചെഞ്ചോര ചിന്തിയൊരു കവിത പാടിപ്പോകാം. ആധീരസ്മരണകളെൻ്റെ മനസ്സിൽ നിൽക്കുന്നു, ആധീരപുത്രനെയോർത്തോർത്താരും പുളകം കൊള്ളുന്നു. ഒഞ്ചിയത്തിൻ ഓമനയാം മണ്ടോടിക്കണ്ണൻ ചെഞ്ചോര ചിന്തിയൊരു കവിത പാടിപ്പോകാം. ആധീരസ്മരണകളെൻ്റെ മനസ്സിൽ നിൽക്കുന്നു, ആധീരപുത്രനെയോർത്തോർത്താരും പുളകം കൊള്ളുന്നു. 48 ഏപ്രിൽ 30 ദുർദിനം വെടിയേറ്റിട്ടു പേർ രക്തസാക്ഷികളായി. ധീരനാം കണ്ണനെ ലാത്തിധാരികൾ കൊണ്ടുപോയി ചോരക്കളത്തിലാക്കി നീതി പാലിച്ചു. അന്ത്യശാസനത്തിൻ മുന്നിൽ ലാത്തിധാരികൾ തോറ്റുപോയി. സ്വന്തം രക്തം കൈമുക്കി അരിവാൾ ചുറ്റിക തീർത്തു. കാൽത്തുറുങ്കിൻ ജുവരിൽ ഇന്നും ആ മുദ്രകൾ കാണാമല്ലോ. മർദ്ദനത്തിൻ കാരാഗ്രഹം ഞെട്ടിത്തെറിച്ചു. ഒഞ്ചിയത്തിൻ ഓമനയാം മണ്ടോടി കണ്ണൻ ചെഞ്ചോര ചിന്തിയൊരു കവിത പാടിപ്പോകാം. അന്ത്യശാസനത്തിൻ മുമ്പിൽ ലാത്തിധാരികൾ തോറ്റുപോയി. അന്ത്യശാസനത്തിൻ മുമ്പിൽ ലാത്തിധാരികൾ തോറ്റുപോയി. സ്വന്തം രക്തം കൈമുക്കി അരിവാൾ ചുറ്റിക തീർത്തു. കൽത്തുറുങ്കിൻ ചുമരിൽ ഇന്നും ആ മുദ്രകൾ കാണാമല്ലോ. മർദ്ദനത്തിൻ
കാരാഗ്രഹം ഞെട്ടിത്തെറിച്ചു. ഒഞ്ചിയത്തിനോമനയാം മണ്ടോടി കണ്ണൻ ചെഞ്ചോര ചിന്തിയൊരു. മാഷ് AKG ഉള്ള വേദികളിലൊക്കെ ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ടാവില്ലേ? AKGയെ കുറിച്ചൊരു പാട്ട് പാടിയിരുന്നല്ലോ, അതൊന്ന് പാടാം, ഒരു 2 വരി. AKG സിന്ദാബാദ്, AKG ധന്യവാദ്, പ്രിയ സഖാവേ ധന്യവാദങ്ങൾ, അമരനായകാഭിവാദ്യങ്ങൾ, നിന്റെ സ്മരണയ്ക്കനുരണനങ്ങൾ, നിന്റെ വഴികൾ അഗ്നിസുമങ്ങൾ, അഗ്നിസുമങ്ങൾ, അഗ്നിസുമങ്ങൾ. AKG സിന്ദാബാദ്. കഴിയില്ല, ആളെന്നെ മനസ്സിലായി. രക്തഞരമ്പ് തുടിക്കും കൈകൾ ഒത്തുചേർന്ന്, ആ പാട്ടിന്റെ ഓർമ്മ ഉണ്ടോ മാഷ്ക്ക്? നോക്കണം, 2 വരി, 2 വരി മാത്രം മതി, 2 വരികൾ മാത്രം. രക്തഞരമ്പു തുടിക്കും കൈകൾ തുണരുന്നു, രക്തപതാകകൾ പാറും നാടുകൾ തുണരുന്നു, മല വെട്ടി മറിച്ചവരെ, മലങ്കാട് തെളിച്ചവരെ, രക്തം നന്നാക്കി വിളയിച്ചവരെ, രക്തഞരമ്പു തുടിക്കും കൈകൾ തുണരുന്നു, രക്തപതാകകൾ പാറും നാടുകൾ തുണരുന്നു, മല വെട്ടി മറിച്ചവരെ, മലകാട് തെളിച്ചവരെ, പാറ പൊട്ടിച്ചു മണ്ണാക്കി കനകം വിളയിച്ചവരെ, രക്തഞരമ്പു തുടിക്കും കൈകൾ തുണരുന്നു, രക്തപതാകകൾ പാറും നാടുകൾ തുണരുന്നു. വിപ്ലവഗാനത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, വിപ്ലവഗാനത്തിനെ കുറിച്ച് മാഷിപ്പം ഒരു 2-3 പാട്ട് പാടി. എങ്കിലും ഒഞ്ചിയം വെടിവെപ്പിന് ശേഷം താങ്കൾ പാടിയ ആ വെടിവെപ്പും അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ ആ വരികളിലൂടെയുണ്ട്. വളരെ വേദനപ്പെടുത്തുന്ന ഒരു പാട്ടായിരുന്നു. ആ പാട്ട് ഒന്ന് പാടാൻ പറ്റും? നോക്കട്ടെ, എല്ലാ പാട്ടും എനിക്ക് ഓർമ്മയില്ല, അതാണ് ദോഷം. ഈ പടനിലവേല കഴിഞ്ഞ കുപ്പായങ്ങളോ ചോരക്കൊടികൾ, ഈ പടനിലവേല കഴിഞ്ഞ കുപ്പായങ്ങളോ ചോരക്കൊടികൾ, ഈ നിനക്കുളം തന്നിൽ വിരിഞ്ഞ അഗ്നിജ്വാല രണപടകങ്ങൾ, ഈ പടനില വേല കഴിഞ്ഞ കുപ്പായങ്ങളോ ചോരക്കൊടികൾ. ശൂരതേ നിന്റെ ചുണ്ടിലെന്താണൊരു ചോരപ്പുഞ്ചിരി തന്നുടെ ശൂരതേ നിന്റെ ചുണ്ടിലെന്താണൊരു ചോരപ്പുഞ്ചിരി തന്നുടെ നൃത്തം. ഗോരേ നീ അറിയുകില്ല ഇത്ര ക്രൗര്യം ചീറ്റും മനസ്സുകളെന്നു. ഗോരതേ നിന്റെ ക്രൗര്യം ചീറ്റും മനസ്സുകളെന്നു. പച്ചോലകളിൽ കെട്ടിവരിഞ്ഞ ഉച്ചക്കെത്തി ശവവണ്ടിലോറി. താങ്കളുടെ ഒട്ടുമിക്ക പാട്ടുകളും
ശ്രീ പപ്പൻ പള്ളിക്കാടിന്റെ രചനയിലാണ്. അദ്ദേഹമായിട്ടുള്ള ഒരു നാടക അനുഭവങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഓർക്കുന്നുണ്ടോ? ഞങ്ങളെപ്പം പറയലുണ്ട്, പക്ഷെ ഒന്നും ഓർമ്മയില്ല ഇപ്പൊ. അതാണ് പപ്പൻ എന്ന് പറഞ്ഞാല് പാപ്പൻ മഹാകമ്മ്യൂണിസ്റ്റുകാരനാണ്. അതാ പപ്പന്റെ ഗുണം. പപ്പൻ ഞാൻ എപ്പോ ഒന്നായിട്ടാ ഉണ്ടാവുക. ആ കാലത്തൊക്കെ നാടകത്തിന്റെ പാട്ട് മാഷ് വേദിയിൽ തന്നെ ഇങ്ങനെ പാടിക്കൊടുക്കുന്ന ഒരു സമ്പ്രദായം അല്ലേ? അന്ന് നാടകത്തിന്റെ രംഗത്തിനെ അനുസരിച്ചിട്ട് അവിടെ തന്നെ പാടിക്കൊടുക്കും. അങ്ങനെയുള്ളൊരു സമ്പ്രദായമായിരുന്നു അന്ന്. ഇപ്പം ഒരുപാട് മാറി നാടകത്തില്. ഈ പടനിലവേല കഴിഞ്ഞ ഉപായങ്ങളോ ചോരക്കൊടികൾ ഈ നീണക്കുളം തന്നിൽ വിരിഞ്ഞ കഗ്നിജ്വാലാരണപടകങ്ങൾ ഈ പടനിലവേല കഴിഞ്ഞ മാഷ് പറഞ്ഞില്ല, മുഹമ്മദ് റാഫിയുടെ പാട്ടുകൾ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അല്ലാതെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗായകനാണ് റാഫി സാഹബ് എന്ന് പറഞ്ഞു. ലണ്ടൻ പ്രോഗ്രാംസിനെ കുറിച്ച് പറഞ്ഞു. ബോംബെയിൽ ഒരു പാട്ട് തന്നെ 7 പ്രാവശ്യം പാടിച്ചു, ജൊവാദാ കിയാ ഹെ എന്ന് തുടങ്ങുന്ന പാട്ട് അല്ലേ? അതൊന്ന് 2 വരി മൂടാവും. 2 വരി മാത്രം പാടും. റെഡി? ജൊവാദാ കിയാ ഓ നിഭാൻ പടേ, जो वादा किया ओ निभाना पड़ेगा. ഉടനെ കഴുത്തൻ്റെ തറുക്കു ബാപ്പാ, ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പാ. ഉടനെ കഴുത്തൻ്റെ തറുക്കു ബാപ്പാ, ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പാ. ആറ്റക്കനിമോനെ ഇതാ നിന്നെ പോൽ ഏറ്റം സുഖമെൻ്റെ മനസ്സിലിപ്പോൾ. നേരം കളയാതെ അറുക്കു ബാപ്പാ, നേരെ പിടിവാൾ വെച്ചറുക്കു ബാപ്പാ. ഈ പാട്ട് മാഷ് കൂടെ ആരാ പാടിയത്? വത്സല. വത്സല അല്ലേ? വിളയി വത്സല ഞാൻ പാടി. ആ പാട്ട് ഒരുപാട് വേദികളിൽ പാടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഒരുപാട് വേദികളിൽ തന്നെ ഒരുപാട് പാടി. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഗണത്തിലൊന്നും പെടാത്ത എങ്കിലും മലയാളികൾ ഇന്നും പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ് അത്. പ്രത്യേകിച്ച് മുഹമ്മദ് നബിയുടെ ഒത്തുപള്ളിയിൽ അന്ന് നമ്മൾ എന്ന ഗാനം വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഗാനം. വീട്ടിൽ ഓത്തുപള്ളിയിലന്നു നമ്മള് പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കയാണ് നീലമേഘം. കോന്തലക്കൽ നീ എനിക്കായി
കെട്ടിയ നെല്ലിക്ക കണ്ടു ചൂരലി വീശിയില്ലേ നമ്മുടെ മൊല്ലാക്ക ഓത്തുപള്ളിയിലന്നു നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കയാണ് നീലമേഘം. പാഠപുസ്തകത്തിൽ മയിൽ പിലിവച്ച് കൊണ്ട് പിലിപെറ്റ് കൂട്ടുമെന്ന് നീ പറഞ്ഞു പണ്ട്. ഉപ്പ് കൂട്ടി പച്ച മാങ്ങ നമ്മളെത്ര തിന്നു. ഇപ്പോൾ കഥകളെ നീ അപ്പടി മറന്ന്. ഓത്തുപള്ളിയിലന്നു നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കയാണ് നീലമേഘം. ഈ പാട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ അദ്ദേഹം ആലപിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മാഷ് പല വേദികളിലും പാടിയിട്ടുണ്ട് ഈ പാട്ട്. അത് രണ്ട് ശൈലിയിലാണ് എന്ന് മാത്രം. അദ്ദേഹം മറ്റൊരു ശൈലിയിലാണ് ആലപിച്ചിരിക്കുന്നത്. ഈ പാട്ടുകളിൽ മാഷ്ക്ക് ഏറ്റവും ഇഷ്ടമാണെന്ന് തോന്നുന്ന ഒരു പാട്ട്, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതാണ്? അങ്ങനെയൊന്നുമില്ല, എല്ലാ പാട്ടും ഇഷ്ടമാണ്. ഞാനങ്ങനെ ഇഷ്ടപ്പെടുന്നല്ലേ, അങ്ങനെ ഒരു ഇഷ്ടമില്ല എനിക്ക്. എല്ലാ പാട്ടും ഇഷ്ടമാണ്. ആയിരക്കണക്കിന് പാട്ടുണ്ടാകുന്ന അഭിപ്രായം. എല്ലാ വേദികളിലും പാടിയിട്ടുണ്ട്. ഞാൻ പാടിയെല്ലാം പല ട്യൂണുകളും. ഞാനങ്ങനെ ആലപിച്ച പ്രത്യേക ഗാനങ്ങളൊന്നുമില്ല. ഞാൻ പാടിയ എല്ലാ പാട്ടും എനിക്കിഷ്ടം. ഞാൻ വളരെ ചിന്തിച്ചിട്ടാണ് പാട്ടുണ്ടാക്കുക. എൻ്റെ കഴിവ് പോലെ. പല പ്രാവശ്യം ഒരു പാട്ട് തന്നെ പല ട്യൂണിനും പാടി നോക്കി അവസാനം ഒന്ന് പാടും, അത് ലയിക്കും. ഒരു ലളിതഗാനത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മാഷ്, കണ്ണിമാവ് എന്ന് തുടങ്ങുന്ന. കണ്ണിമാവിൻ ചോട്ടിലെന്നെ നീ വിളിച്ചില്ലേ പണ്ട്, ഉണ്ണി മാങ്ങ പാഞ്ഞെടുക്കാൻ മത്സരിച്ചില്ലേ, കാറ്റു വന്ന് കാട്ടുമുല്ല പൂവിറുത്തില്ലേ പൊന്ന്, കൂട്ടുകാർ നാം പൂപെറുക്കി മാല കോർത്തില്ലേ, അമ്പലക്കാടിൻ ചാരേ അമ്പല പൊയ്ക തന്നിൽ അന്നിറക്കി നാമടക്ക തൊടിനാൽ നവുക, കാലമാകും കാട്ടരുവി പാഞ്ഞു പോകുന്ന കാഴ്ച കണ്ടു നിൽക്കെ നമ്മളും വളർന്നു പോയില്ലേ. മാഷേ, ഈ മാഷൊരു പാത്തുമ്മയുടെ പാട്ടുണ്ടല്ലോ, വളരെ പ്രശസ്തമായിട്ടൊരു പാട്ടില്ലേ മാഷ്, ഒരുപാട് വേദികൾ പാടിയ ഒരു പാട്ടില്ലേ പാത്തുമ്മയുടെ? കുണ്ടോട്ടി പാത്തുമ്മ കുറിക്കാരി പാത്തുമ്മ കണ്ടോലെ തല്ലുന്ന ബിയാത്തുമ്മ, മണ്ടത്തി പാത്തുമ്മ അരിക്കുറി പാത്തുമ്മ ആയിരം നാവുള്ള ബിയാത്തുമ്മ, കുണ്ടോട്ടി പാത്തുമ്മ കുറിക്കാരി പാത്തുമ്മ കണ്ടോലെ തല്ലുന്ന ബിയാത്തുമ്മ, മണ്ടത്തി പാത്തുമ്മ അരിക്കുറി പാത്തുമ്മ ആയിരം നാവുള്ള ബിയാത്തുമ്മ, കുറി വെച്ച് നാടൊക്കെ കലക്കി
കുറി കാശി പിരിപ്പിച്ചിട്ടൊരു വിധം കറക്കി അരിതിരി. ഒരു കാലത്ത് ഒരു കാലത്ത് മാഷിൻ്റെ എല്ലാം ആ ഒരു കാലഘട്ടത്തിൽ വലിയൊരു കൂട്ടായ്മയുണ്ട്. വ്യത്യസ്ത കഴിവുള്ളവർ വടകരയിൽ ഒരു കൂട്ടായ്മയുണ്ടായിരുന്നു. അതെ അല്ലേ? ആ ഒരു കാലഘട്ടത്തിൽ നാടകത്തിൻ്റെ ഉണ്ടാവും, പാട്ടിൻ്റെ ഉണ്ടാവും, കഥാപ്രസംഗത്തിൻ്റെ ഉണ്ടാവും. അങ്ങനെയുള്ള വ്യത്യസ്ത കഴിവുകളിൽപ്പെട്ട പ്രശസ്തരായിട്ടുള്ള ആളുകൾ വടകരയിൽ ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മ ഇപ്പോൾ അത്ര കണ്ടില്ലല്ലേ? അന്നൊക്കെ അന്നുള്ള ആ കൂട്ടായ്മയെ പറ്റിയിട്ട് മാഷ്ക്ക് എന്തൊക്കെ പറയാനുണ്ട്? ആരും ഓർക്കുന്നുണ്ടോ? ആരൊക്കെ ആയിരുന്നു അന്ന് വടകരയിൽ നിങ്ങൾ? അശോകൻ മാഷ്, കഥാപ്രസംഗത്തിന്റെ അശോകൻ മാഷ്. പിന്നെ അശോകൻ മാഷിനെ പ്രധാനം അന്ന് വടകര കഥാപ്രസംഗം. പിന്നെന്നാ പരിചയം? പക്ഷെ കുടുംബത്തിൽ ആരെങ്കിലും സംഗീതമായിട്ട് അവരെ? ഒരാളില്ല. മോള് പാടില്ലേ സർ? മോള് പ്രവിധ പാടും. അതായാലും ആളുകൾ ആരുമില്ല. താങ്കളെയും തേടി എത്തിയിട്ടുണ്ട് അവാർഡുകൾ? നിനക്ക് കണ്ടൂടാ. സംഗീത അക്കാദമിയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. മാപ്പിളകല അക്കാദമിയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ മറ്റു ഒരു ക്ലബുകളുടെയൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അതിനേക്കാളും വലിയൊരു അവാർഡാണ് തോന്നുന്നത്. താങ്കൾ ഒരു പാട്ട് പാടുമ്പോൾ അല്ലെ അന്ന് വേദികളിൽ, ആയിരങ്ങളുള്ള വേദികളിൽ താങ്കൾക്ക് പാട്ട് പാടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം അല്ലേ? ഇപ്പോഴും വടകരയിൽ നിന്ന് മാത്രമല്ല, അത് അങ്ങനെ പറയുന്നത് വടകരയിലെ പ്രത്യേകിച്ച് നമ്മുടെ കൃഷ്ണദാസ് എന്ന ഗായകനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ നാവിൻ തുമ്പിൽ ഓടിയെത്തുന്ന ഒരുപാട് പാട്ടുകൾ. അതിലെ കുറച്ച് മാത്രമേ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ, കുറച്ച് മാത്രം. ഇനിയും പറയുകയാണെങ്കിൽ ഒരുപാട് നേരം വേണ്ടി വരും. മാത്രമല്ല അത് ഓർത്തെടുക്കുവാനും ബുദ്ധിമുട്ടും പ്രയാസം. ഒരു ചോദ്യം കൂടി ചോദിക്കും. പ്രതിഭകൾക്ക് അംഗീകാരം കൊടുക്കുന്നതിലും ആദരിക്കുന്നതിലും മലബാറുകാർ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ മാഷ്ക്ക്? അങ്ങനെ തോന്നിയിട്ടില്ല. വടകരയുടെ സംഗീത നഭസിൽ ഉദിച്ചുയർന്ന അപൂർവ പ്രതിഭകളിൽ സംഗീതത്തിന് ഏറെ സംഭാവന നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട വടകര കൃഷ്ണദാസ്, അദ്ദേഹത്തിൻ്റെ സംഗീത ജീവിതത്തിലെ ഒരുപാട് വിശേഷങ്ങൾ നമ്മൾക്ക് സമ്മാനിച്ചു തന്നു. താങ്കളുടെ ഈ ഒരു വിലപ്പെട്ട സമയം പ്രേക്ഷകർക്കായിട്ട് അറിവ് പകർന്നതിൽ ഒരുപാട് നന്ദി. നമസ്കാരം. എല്ലാ സൗഖ്യങ്ങളും നേർന്നുകൊള്ളുന്നു. ഇരുമ്പു ചങ്ങല കൊളുത്തുപോലെ ശക്തം, ഇരുളിലെ വിളക്കു പോലെ വ്യക്തം. ഇരുമ്പു ചങ്ങല കൊളുത്തുപോലെ ശക്തം, ഇരുളിലെ വിളക്കു പോലെ വ്യക്തം. സഖാവെന്ന ബന്ധം സഹജരേ നമുക്കിതാ പുതിയ രക്തബന്ധം, പുതിയ രക്തബന്ധം, പുതിയ രക്തബന്ധം, പുതിയ രക്തബന്ധം. ഇരുമ്പു ചങ്ങല കൊളുത്തുപോലെ ശക്തി